ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL പ്ലേ ഓഫ് റേസസ് റിയലി നൗ ഓൺ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോഴും ടീമുകളൊക്കെ തന്നെ പ്ലേ ഓഫിന് വേണ്ടിയിട്ട് സ്റ്റിൽ ഫൈറ്റിംഗ് ആണ്. ആൻഡ് ദ ടോപ്പ് 4 പിക്ചേഴ്സ് കീപ് ചേഞ്ചിങ് എവറി ഗെയിം. ഓരോ കളികൾ കഴിയുമ്പോഴും ടോപ്പ് 4ലേക്കുള്ള കണ്ടന്റേഴ്സ് പല ടീമുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. സോ IPL പ്ലേ ഓഫ് റേസസ് ഓൺ. എല്ലാ ടീമുകളുടെയും നിലവിലെ പ്ലേ ഓഫ് സാധ്യത എങ്ങനെയാണ്? അവസാനമായിട്ട് കളിച്ച 3 കളികളും പഞ്ചാബ് കിങ്സ് തോറ്റു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതേപോലെ RCB ഇന്നലെ LSGയോടും പരാജയപ്പെട്ടു. ഇന്നലെ നടന്നത് IPLലെ 50ാമത്തെ കളിയായിരുന്നു. 74 മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്ത ലീഗ് സ്റ്റേജിലെ 70% മത്സരങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുമുണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. RCBയും PBKസും ഒക്കെ അവസാനം കളിച്ച കളികളൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് കയറുമെന്ന് പ്രതീക്ഷിച്ച ഈ ടീമുകൾ ഇതുവരെ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യത ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. മുംബൈ ഇന്ത്യൻസും LSGയും കളിച്ച 10 കളികളിൽ നിന്ന് 3 വിജയവും 7 പരാജയവുമായി 6 പോയിന്റ് മാത്രമായിട്ട് പോയിന്റ് പട്ടികയിൽ 9-10 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണല്ലോ. ഈ രണ്ട് ടീമുകളും വിജയ വഴിയിലേക്ക് തിരികെ എത്തിയിട്ടുമുണ്ട്. ബട്ട് ഇനി എല്ലാ കളികളും വിജയിച്ചാലും 14 പോയിന്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. സോ പ്ലേ ഓഫിലേക്ക് എത്താൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത രണ്ട് ടീമുകളാണ് MIയും LSGയും. KKRലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ നിന്നും ഫസ്റ്റ് പുറത്താവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ടീമായിരുന്നു കൊൽക്കത്ത. എന്നാൽ അവരിപ്പോൾ തുടർച്ചയായി വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ചെറിയ തോതിലെങ്കിലും അവരുടെ പ്രതീക്ഷകൾ ജ്വലിപ്പിച്ച് നിർത്തുന്നുണ്ട്. ബട്ട് KKR cannot afford another defeat. അതെ, ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ തന്നെ അവരും ഏതാണ്ട് പുറത്തേക്ക് പോകുമെന്നുള്ള അവസ്ഥയിലാണ്. സോ എല്ലാ കളികളും വിജയിച്ചാൽ KKRന് വളരെ ഈസിലി പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയും. ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ പോലും 15 പോയിന്റിൽ സ്റ്റക്കായി പോവും. അങ്ങനെ വരികയാണെങ്കിൽ മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യും. ഏതായാലും DCയിലേക്ക് വരുമ്പോൾ അവർക്ക് കളിച്ച 10 കളികളിൽ നിന്ന് 8 പോയിന്റാണ് ഉള്ളത്. അതെ, DCക്ക് ഇനിയുള്ള 4 കളികളും വിജയിക്കണം, എന്നാൽ മാത്രമേ 16 പോയിന്റുകളാവുകയുള്ളൂ. ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ പോലും അവരും ഏതാണ്ട് പുറത്തേക്ക് പോകുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിലവിൽ പോയിന്റ് ടേബിൾ കാണുമ്പോൾ ഇനി പറയാൻ പോകുന്ന 6 ടീമുകൾക്കാണ് ടോപ്പ് 4ലേക്ക് എത്താൻ വലിയ സാധ്യതയുള്ളത്. അതിൽ 2 കിടിലൻ ടീമുകൾ പുറത്താവും എന്നുള്ള കാര്യം സംശയിക്കേണ്ടതില്ല. കാരണം ടോപ്പ് 4ലേക്ക് 4 ടീമുകൾക്ക് മാത്രമല്ലേ കയറാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും CSKയിലേക്ക് വരുമ്പോൾ കളിച്ച 10 കളികൾ 10 പോയിന്റാണ് അവർക്കുള്ളത്. യെസ്, ഇനിയുള്ള 4 മത്സരത്തിലും വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ 18 പോയിന്റ് ലഭിക്കുകയും ഈസിലി പ്ലേ ഓഫിലേക്ക് കടക്കാനും കഴിയും. ഒരു കളി പരാജയപ്പെട്ടാലും അതവരെ വലിയ തോതിൽ ബാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഏതായാലും 2 കളികൾ പരാജയപ്പെട്ടാൽ CSKക്ക് അത് വലിയ തോതിൽ ബാധിക്കും. സോ ഇനിയുള്ള ഓരോ കളികളും ജീവൻ മരണ പോരാട്ടമാണെന്ന് തന്നെ പറയേണ്ടി വരും. GTയിലേക്ക് വരുമ്പോൾ കളിച്ച 10 കളികൾ 12 പോയിന്റ് ആയി കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്. ഇതേ സാഹചര്യത്തിലൂടെ തന്നെയാണ് RCBയും രാജസ്ഥാൻ റോയൽസും ഒക്കെ കടന്നു പോകുന്നത്. കളിച്ച 10 കളികൾ 6 വിജയങ്ങൾ 4 പരാജയങ്ങൾ 12 പോയിന്റ്. യെസ്, ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പോയിന്റ് പട്ടിക ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. കാരണം RCBയും രാജസ്ഥാൻ റോയൽസും ഒക്കെ IPLന്റെ ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ടൈമിലൊക്കെ പോയിന്റ് പട്ടികയിൽ രാജാക്കന്മാരായിട്ട് വായ്ന്നിരുന്ന ടീമാണ്. ഇപ്പോഴും പ്രതീക്ഷകൾക്ക് ഒട്ടും അങ്ങനൊന്നും ഏറ്റിട്ടില്ല. ബട്ട് ഇനിയുള്ള ഓരോ കളികളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതാണ് യാഥാർത്ഥ്യം. കാരണം ഇതുവരെ ഈ ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല. ഏതായാലും RCB, രാജസ്ഥാൻ റോയൽസ്, ഗുജറാത്ത് ടൈറ്റൻസ് ഈ 3 ടീമുകൾക്കും ഇനി 2 കളികൾ വിജയിച്ചാൽ തന്നെ 16 പോയിന്റുകൾ ലഭിക്കും. സാധാരണ IPL ഒരു കട്ട് ഓഫ് പോയിന്റ് ആയിട്ട് നിർണ്ണയിക്കുന്ന ഒരു പോയിന്റ് ആണല്ലോ 16 എന്നുള്ളത്. നിലവിൽ ഈ ടീമുകൾക്കൊക്കെ വലിയ സാധ്യതയുണ്ട്. പക്ഷേ ടോപ്പ് 4ലേക്ക് 4 ടീമുകൾക്ക് മാത്രമല്ലേ കയറാൻ സാധിക്കുകയുള്ളൂ. സോ അതിലേക്ക് ആരൊക്കെ എത്തിപ്പെടും എന്നുള്ളതാണ് ഇനി ആകാംക്ഷയോടുകൂടി നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത്. വൺ ബാഡ് മാച്ച് ക്യാൻ ചേഞ്ച് എവറിത്തിങ് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. PBKസിലേക്ക് വരുമ്പോൾ അവർക്കിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യെസ്, കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്നൊരു ടീമാണ്. പക്ഷേ ഇപ്പോൾ 13 പോയിന്റ് സ്റ്റക്കായിട്ട് കുറച്ചധികം നാളുകളായി. കഴിഞ്ഞ 3 കളികളും പരാജയപ്പെട്ട് നിൽക്കുകയാണ് പഞ്ചാബ് കിങ്സ്. ശരിയാണ്, പ്ലേ ഓഫ് ഇപ്പോഴും കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. പക്ഷേ ഇനിയുള്ള കളികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ക്വാളിഫയർ കളിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ തന്നെയാണ് PBKസിന് മുമ്പിലുള്ളത്. സോ മറ്റുള്ള ടീമുകളൊക്കെ അതിശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ പോലും ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കണം. പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത് പാറ്റ് കമ്മിൻസിന്റെ SRH ആണ്. യെസ്, വാട്ട് എ ടീം. ഇപ്പോൾ എല്ലാം കൊണ്ടും സെറ്റായി എന്ന് തോന്നുന്ന ഒരു ടീമാണ് SRH എന്തായാലും ഇത്തവണ പ്ലേ ഓഫിലേക്ക് ഉണ്ടാവുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ 14 പോയിന്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരൊറ്റ കളി വിജയിച്ചാൽ തന്നെ 16 പോയിന്റ് അവർക്കാവുകയും ചെയ്യും. സോ SRH ഇത്തവണ എന്തായാലും പ്ലേ ഓഫിലേക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ ടീമുകളായിരിക്കും ഇത്തവണ ടോപ്പ് 4ൽ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.